ഹലോ ഗൈസ്, അപ്പം ഓല S1 Pro ജനറേഷൻ 2 അതിൻ്റെ ബ്രേക്ക് പാഡ്, ബാക്കിലത്തെ ബ്രേക്ക് പാഡ് മാറാൻ വേണ്ടിയാണ്. അപ്പം ബ്രേക്ക് പാഡ് ഇതും ഊരണം. ഷോറൂമിൽ നേരെ കൊണ്ട് കൊടുത്തുന്ന ബ്രേക്ക് പാഡ് മാറാൻ വേണ്ടി മാത്രം ഏകദേശം അവരൊരു 1000 രൂപ മൊത്തം കൂടെ പറഞ്ഞു. അപ്പം ഞാൻ ആമസോണിൽ പർച്ചേസ് ചെയ്ത സാധനമാണ് ഈ സാധനം ഏകദേശം 200 രൂപ സംതിങ് എനിക്ക് ആയിട്ടുള്ളൂ. ഫ്രണ്ടും ബാക്ക് ബ്രേക്ക് പാഡ് രണ്ടും കൂടെ കൊള്ളിച്ചാണ്. ഷോറൂമിൽ പോകണേ 2000 രൂപ, ഇത് ഏകദേശം 200 രൂപയുള്ളൂ. വീട്ടിൽ ചെന്ന് മാറുന്നതിന് വലിയ ചിലവൊന്നുമില്ല, അതുകൊണ്ട് നൈസാണ്. ആദ്യം നമുക്ക് എന്തായാലും ഇത് റിമൂവ് ചെയ്യാം. അപ്പോൾ അത് 2 ഊരിട്ടുണ്ട്. ഇവിടുത്തെ ഈ 2-3 ഊരി കഴിയുമ്പോഴത്തേക്ക് ബ്രേക്ക് പാഡ് കമ്മിയുണ്ട്. ആൾമോസ്റ്റ് തീർന്നിട്ടില്ല, എന്നാൽ ഇനിയും ബാക്കിയുണ്ട് കുറച്ച്. ഇതിനകത്ത് നിന്ന് വലിച്ചൂരികളാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം മാറിയിടാൻ പോകുന്നത് ആമസോണിൽ നിന്ന് മേടിച്ച 200 രൂപയുടെ സാധനമാണ്. എത്ര നാൾ ലാസ്റ്റ് ചെയ്യുന്ന അറിയത്തില്ല, എന്നാലും എത്ര നാൾ ലാസ്റ്റ് ചെയ്യാൻ നോക്കാം. കുറച്ച് ഗ്രീസ് വന്നിട്ടുണ്ടെങ്കിൽ നൈസായിട്ട് കമ്പിക്ക്, അതായത് അനശ്വരത്തെ സാധനം ആണ്ട് കമ്പിയുടെ അറ്റത്തോട്ട് കുറച്ച് ഗ്രീസ് അങ്ങനെ വിടുക. അവിടെ ഇട്ടെടുക്കുക. ഫസ്റ്റ് പീസ് ഇതെടുത്തിടുക, അവിടെ ഷൂട്ടാകും. ജസ്റ്റ് തിരിച്ച് ഇങ്ങോട്ടും തള്ളുക. രണ്ടാമത്തെ പീസ് ടോപ്പായിട്ട് എടുത്തിടുക. ബാക്കിലോട്ടൊന്ന് പിടിക്കുക, പ്രസ് ചെയ്യുക. ആൾമോസ്റ്റ് അകത്തിരുന്നൊരു ഫീല് നമുക്ക് കിട്ടും. ഓക്കെ, അകത്ത് കയറി ഇട്ടിട്ടുണ്ട്. ഈ 2 ഭാഗവും അപ്പുറം ഇപ്പുറം പ്രോപ്പറായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇതുണ്ട്, ഇവിടെ ഇത് ഇരുന്നിട്ടുണ്ട്, അവിടെയും അപ്പുറത്ത് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ബാക്കിയെല്ലാം ഓക്കെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്യുന്നു. ഗൈസ്, അപ്പം നമ്മുടെ ഒരാളുടെ ബ്രേക്ക് പാഡെല്ലാം മാറി എല്ലാം സെറ്റ് ചെയ്ത്
നല്ല ഇട്ടേപ്പുണ്ട്. പക്ഷേ ഇത് മാറിക്കഴിയുമ്പോൾ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കണ്ടോ, ഇത് കംപ്ലീറ്റ്ലി പ്രസ് ആവുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇത് ബ്രേക്ക് അപ്ലൈ ആവുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ബ്ലീഡ് ഓഫ് ചെയ്യണം സാധനം. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. ജസ്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം.